തൃശൂരിൽ പോലീസിനെ പോലെ പ്രവർത്തിച്ച സംഭവത്തിൽ നാട്ടുകാർ പോലീസിനെ പ്രകീർത്തിച്ച് ബോർഡ് വച്ചു. ഇളങ്കോ നഗർ നെല്ലങ്കര എന്ന പേരിലായിരുന്നു ബോർഡ്. ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ നെല്ലങ്കരയിൽ പോലീസ് ജീപ്പ് തകർക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത ഗുണ്ടാ സംഘത്തെ സംഘട്ടനത്തിലൂടെ സിറ്റി പോലീസ് കീഴ്പ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഗുണ്ടാ ആക്രമണമുണ്ടായ നെല്ലങ്കരയിൽ ഇളങ്കോ നഗർ എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞ മണ്ണുത്തി പോലീസ് രാത്രിയിൽ തന്നെ സ്ഥലത്തെത്തി ബോർഡ് എടുത്തുമാറ്റി. കോർപ്പറേഷന്റെയോ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെ ബോർഡ് സ്ഥാപിച്ചതിനാലാണ് എടുത്തുമാറ്റിയത്. കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടു. അപ്പോൾ നെല്ലങ്കരയില് എന്റെ പേരിലൊരു നഗറിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഉടൻ തന്നെ അവിടെയുള്ള സ്റ്റേഷൻകാരനോട് പറഞ്ഞിട്ട് അത് നീക്കം ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്തു. സിവിൽ സർവീസിന്റെ അംഗമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പൊതുവേ ഉള്ള നിഷ്പക്ഷത, അതുപോലെ സത്യസന്ധത, അജ്ഞാതത, ഇംഗ്ലീഷിൽ ന്യൂട്രാലിറ്റി, ഇന്റഗ്രിറ്റി, അനോണിമിറ്റി എന്ന് പറയും. അതിന്റെ ഭാഗമായിട്ട് ഒരു പേരിന് വേണ്ടിയോ കൈയിടിന് വേണ്ടിയോ പ്രവർത്തിക്കുന്ന ഒരു ജോലിയല്ല. ദിവസങ്ങൾക്ക് മുൻപാണ് നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ട ആക്രമണം നടന്നത്. പ്രദേശത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പുലർച്ചെ നടന്ന ബർത്ത്ഡേ പാർട്ടി ആഘോഷത്തിനിടെ ഗുണ്ടകൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. വിവരം കൂട്ടത്തിൽ ഒരാളുടെ അമ്മ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിയതോടെ ഗുണ്ടകൾ പോലീസിന് നേരെ തിരിഞ്ഞു. ആക്രമണത്തിൽ 3 പോലീസ് വാഹനങ്ങൾ തകർക്കുകയും പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ള 6 അംഗ ഗുണ്ടാ സംഘത്തെ പോലീസ് സംഭവസ്ഥലത്തു നിന്ന് തന്നെ സംഘട്ടനത്തിലൂടെ പിടികൂടുകയായിരുന്നു. വിഷയത്തിൽ കമ്മീഷണർ ഇളങ്കോയുടെ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു, പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്ന പ്രതികരണം വൈറലായിരുന്നു. 6 ഗുണ്ടകൾ ഗുണ്ടകളെപ്പോൾ പ്രവർത്തിച്ചു, പോലീസിനെപ്പോൾ പ്രവർത്തിച്ചു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ കയ്യടിയാണ് പോലീസിന് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് സംഭവം നടന്ന നെല്ലങ്കരയിൽ കമ്മീഷണറുടെ പേരിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്.